ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകമെമ്പാടും വിശുദ്ധ മദർ തെരേസയുടെ 114-ാം ജന്മദിനം കൊണ്ടാടുകയാണ്. മദർ തെരേസയുടെ യഥാർത്ഥ പേര് ആഞ്ചസി ഗോൻജെ ബൊയാജു എന്നാണ്. ആഗ്നസ് എന്ന പേരിൻ്റെ അൽബേനിയൻ പരിഭാഷയാണ് ആഞ്ചസി. ഇപ്പോൾ വടക്കൻ മാസിഡോണിയയുടെ തലസ്ഥാനമായിരിക്കുന്ന സ്കോപ്ജയിലാണ് മദർ ജനിച്ചത്. ജന്മം കൊണ്ട് അൽബേനിയനും പൗരത്വം കൊണ്ട് ഇന്ത്യക്കാരിയും ജീവിതം കൊണ്ട് കത്തോലിക്ക സന്യാസിനിയുമാണ് താനെന്ന് മദർ എപ്പോഴും പറയുമായിരുന്നു. ഏതാണ്ട് 12 വയസ്സുള്ളപ്പോഴാണ് ആഗ്നസ് ഭാരതത്തിലേക്ക് വന്ന ഒരു ഇന്ത്യൻ മിഷനറിയുടെ കത്തിൽ ഭാരതത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനകോടികളെക്കുറിച്ചും മനസ്സിലാക്കുവാനിട വന്നു. ആ ദാരുണമായ അവസ്ഥ കേട്ടപ്പോൾ ആ ചെറുപ്രായത്തിൽ തന്നെ ഭാരതത്തിലേക്ക് വരുവാനും ഇപ്രകാരം ദാരിദ്ര്യത്തിലും കടുത്ത ജാതീയ വ്യവസ്ഥകളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ജനസമൂഹങ്ങൾക്ക് ആശ്വാസം പകരുവാനും ആ ബാലിക ആഗ്രഹിച്ചു. ആ ആഗ്രഹം അവൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. ഏതാണ്ട് 12 വയസ്സുള്ളപ്പോഴാണ് മദർ തെരേസ ആ കത്ത് വായിക്കുന്നത്. തുടർന്ന് ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കുവാനുള്ള സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും അന്നത്തെ കാലത്തില്ലായിരുന്നു. അൽബേനിയ എന്ന് പറയുന്ന ഒരു വിദൂര സ്ഥലമാണ്. ഇന്നത്തെ പോലെയുള്ള യാതൊരു യാത്രാ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല ഭാഷ തന്നെ വ്യത്യസ്തമാണ്. അങ്ങനെ ഇരിക്കെ അയർലൻഡിൽ ഇംഗ്ലീഷ് പഠിക്കുവാൻ തക്കവണ്ണം ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം മദർ ഏറ്റെടുക്കുന്നതിന് മുൻപ് 1928 ഓഗസ്റ്റ് 15-ാം തീയതി അവിടെയുള്ള ഒരു ദേവാലയത്തിൽ വിറ്റിനാലിറ്റീസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബ്ലാക്ക് മഡോണ ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു മിഷനറിയായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ഉൾവിളി ഉണ്ടായി. തുടർന്നാണ് സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റ എന്ന് പറയുന്ന സന്യാസിനി സമൂഹം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനായിട്ട് ഭാരതത്തിലേക്ക് അയക്കുവാൻ ആളുകളെ തിരഞ്ഞെടുക്കുന്നതായിട്ട് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്നതിനായിട്ട് ഭാരതത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇംഗ്ലീഷ് പഠിക്കേണ്ടിയിരിക്കുന്നു. അയർലൻഡിലാണ് അവർ അതിനുള്ള പരിശീലനം നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ തൻ്റെ ഭവനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആഗ്നസ് അയർലൻഡിലേക്ക് പോയി. അവിടെ ഇംഗ്ലീഷ് പഠിച്ചു. ഒരു വർഷം കഴിഞ്ഞ് ആഗ്നസ് ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനായിട്ട് ഒരു സ്കൂളിൽ ജോലി ലഭിച്ച് ഡെറാഡൂണിലേക്ക് വന്നു. അങ്ങനെ 1929 ഇന്ത്യയിലെത്തിയ ആഗ്നസ് 1931 മെയ് 24-ാം തീയതി സഭാവസ്ത്രം സ്വീകരിച്ചു. എന്നിട്ട് 1937 മെയ് 17-ാം തീയതി തെരേസ എന്ന പേര് സ്വീകരിച്ച് നിത്യവസ്ത്രം സ്വീകരിച്ച് മദർ എന്ന സംജ്ഞയിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ആ സന്യാസി സമൂഹത്തിലെ എല്ലാവരും പുതിയ പേര് സ്വീകരിച്ചു കഴിഞ്ഞാൽ മദർ എന്ന പേരിൽ കൂടിയാണ് അറിയപ്പെടുക. അങ്ങനെയാണ് ആഗ്നസ് മദർ തെരേസയായി മാറുന്നത്. 1946 കൽക്കട്ടയിലുണ്ടായ വർഗീയ കലാപത്തിൽ 5000-ഓളം പേരാണ് മൃഗീയമായി കൊല്ലപ്പെട്ടത്. അതിൻ്റെ 3 ഇരട്ടി ആളുകൾ അതിദാരുണമായിട്ട് പരിക്കേറ്റവരായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം പട്ടിണി കൊടുക്കുത്തി വാഴുകയാണ്. മദർ തെരേസ താമസിച്ചിരുന്ന ആശ്രമത്തിൽ 300-ലധികം കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് നിലവിളിക്കുകയാണ്. ആഹാരമില്ല. ഈ ലൊറേറ്റ സന്യാസിനി സമൂഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ
മദർ തന്നെ കൽക്കട്ടയുടെ തെരുവീതികളിലേക്ക് ഇറങ്ങി ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി യാചിച്ചു. പക്ഷെ മതസ്പർദ്ധ അത്രമാത്രം വർദ്ധിച്ചിരുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പോറ്റുവാനുള്ള ആഹാരം ലഭിക്കുകയോ അപ്രകാരമുള്ള ഒരു പ്രോത്സാഹനം ലഭിക്കുകയോ ചെയ്തിരുന്നില്ല. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, മദർ ഒരു ചെറുപ്പക്കാരിയാണ്. ആ അവസ്ഥയിൽ പോലും തൻ്റെ സുരക്ഷിതത്തെ വകവെക്കാതെയാണ് മദർ ഓരോരുത്തരത്തും പോയി വാസ്തവത്തിൽ കെഞ്ചിയത് ഭക്ഷണത്തിന് വേണ്ടി ഈ കുഞ്ഞുങ്ങളെ പോറ്റുവാൻ. അതിൽ നിന്നും വലിയ പ്രചോദനമൊന്നുമില്ലാതെ വന്നപ്പോൾ, ഈ സന്യാസിനി സമൂഹത്തിന് തന്നെ ഈ കുഞ്ഞുങ്ങളെ പോറ്റുവാനുള്ള മുഖാന്തരം ഇല്ലാതെ വന്നപ്പോൾ നിരാശയിൽ മദർ തിരികെ ഡെറാഡൂണിലേക്ക് പോവുകയാണ്. ആത്മീയമായും മാനസികമായും തകർന്ന അവസ്ഥയിലാണ് മദർ ഡെറാഡൂണിലേക്ക് മടങ്ങിപ്പോകുന്നത്. അവിടെ ചെന്ന് ഈ സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റയുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുവാനായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. തൻ്റെ ദർശനങ്ങളെല്ലാം ഉടഞ്ഞു. കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ നിലവിളിയുടെ ശബ്ദം, പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശബ്ദം, ഇവയൊക്കെ മദറിനെ മാനസികമായിട്ട് തകർത്ത് കളഞ്ഞു. അങ്ങനെ 1946 ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മദറിന് പ്രത്യേകമായിട്ട് ഒരു ദർശനമുണ്ടാവുകയാണ്. യേശുവിന് വേണ്ടി ഇന്ത്യയിലെ പാവപ്പെട്ടവരെ സേവിക്കുക എന്ന ഒരു ദർശനമാണ് മദറിനുണ്ടായത്. ട്രെയിനിൽ വെച്ച് ആ ദർശനം ഉൾക്കൊണ്ടു ഈ സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റ എന്ന് പറയുന്ന സന്യാസി സമൂഹത്തിനോട് യാത്ര പറഞ്ഞു. 48 മുതൽ ഭാരതത്തിലെ സാധുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് കൽക്കട്ടയിലെ അവരായിരുന്ന സ്ഥാനത്ത് തിരിച്ചെത്തി. കൽക്കട്ടയിലെ അവസ്ഥ അന്ന് വളരെ പരിതാപകരമായിരുന്നു. ഈ പരസ്പരമുള്ള കലഹം മൂലം അനേകര് മുറിവേറ്റവരായി രോഗികളായിട്ടൊക്കെ കിടപ്പുണ്ട്. വഴിയോരങ്ങളിൽ കിടന്ന് മനുഷ്യർ മരിക്കുകയാണ്. അന്ത്യകർമ്മങ്ങൾ നടത്തുവാൻ പോലുമുള്ള സാവകാശങ്ങളില്ല. ഈ പശ്ചാത്തലത്തിൽ മദർ മടങ്ങി വന്ന് ഇങ്ങനെ വഴിയോരങ്ങൾ കിടന്ന് മരിക്കുന്നവരെയൊക്കെയും എടുത്തുകൊണ്ടുപോയി പാർപ്പിക്കുവാൻ, അവർക്ക് നല്ല ഒരു ഭരണം നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് അവരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഒരു സ്ഥലത്തിന് വേണ്ടി അന്വേഷിച്ചു. അവിടെ ഈ ക്രൈസ്തവ സമൂഹത്തിലുള്ള പ്രമുഖരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ മദറിന് തൻ്റെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുവാൻ തക്കതിനോണം ലഭിച്ചത് കാലിഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു പഴയ ജീർണിച്ചുകൊണ്ടിരുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമായിരുന്നു. അവിടെ ആരാധനയൊന്നുമില്ല, തന്നെ പൂട്ടി ആരാധനയില്ലാത്ത സ്ഥലമായിരുന്നു. 1950 13 പേരോടുകൂടി മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സമൂഹം മദർ ആരംഭിച്ചു. അതിന് കത്തോലിക്ക സഭയിൽ നിന്നുള്ള അംഗീകാരം ലഭിച്ചു. വളരെ ശ്രദ്ധേയമായൊരു കാര്യം, 2 നീല ബോർഡറുകളുള്ള വെളുത്ത കോട്ടൺ സാരിയാണ് മദർ യൂണിഫോമായിട്ട് സ്വീകരിച്ചത്. കാരണം അന്ന് സന്യാസിനിമാർ, പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രധാരണം ഒരിക്കലും സാധാരണക്കാരായ ഭാരതീയർക്ക് പരിചിതമല്ലാത്ത വസ്ത്രങ്ങളായിരുന്നു. ഒരു ദേശീയത വരുത്തുവാൻ തക്കവണ്ണമാണ് മദർ സാരിയിലേക്ക് ആ വസ്ത്രധാരണം മാറ്റിയത്. വെളുത്ത കോട്ടൺ സാരി, അതിന് 2 നീല ബോർഡറുകൾ. ആ ബോർഡറുള്ള ഈ യൂണിഫോം എന്ന് പറയുന്നത് കൽക്കട്ടയിലെ ഓടകൾ വൃത്തിയാക്കുന്ന സഹോദരിമാർ ധരിച്ചിരുന്ന വസ്ത്രമാണ്. അപ്പോൾ ഏറ്റവും എളിയ രീതിയിൽ താണവരിൽ താണവരായിട്ട് താതാത്മ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം, അവരിൽ ഒരാളെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണമാണ് മദർ ആ വസ്ത്രം അപ്രകാരം വിഭാവനം ചെയ്തു. അങ്ങനെ ആ പ്രവർത്തനം ആരംഭിച്ചു. അനേകര് മരിച്ചുകൊണ്ടിരുന്ന 100, 1ഉം 2ഉം പേരല്ല, 100 കണക്കിന് ആളുകൾക്കാണ് അതേ മദർ ഏറ്റവും അനുഗ്രഹപ്രദമായ സമാധാനപ്രദമായ ഒരു മരണം നൽകുവാൻ തക്കവണ്ണം
മുഖാന്തരം ഒരുക്കിയത്. രോഗികളായിരിക്കുന്നവരുടെ ആയിരുന്നാലും ആശുപത്രികളൊന്നും സ്ഥലമില്ലാതെ വരുമ്പോൾ ആ തള്ളിക്കളയുമ്പോൾ ആളുകൾ കൊണ്ടുവരുന്നത് കാളിഘട്ടിലെ നിർമ്മൽ എന്ന് പറയുന്ന ആസ്ഥാനത്താണ്. കാരണം അവിടെ ഒരു മണിയുണ്ട്. രോഗികൾ എവിടെയും മരിക്കാറായി കിടക്കുകയാണ്, വഴിവക്കിൽ കിടക്കുകയാണ്. ആരെങ്കിലും വന്ന് മണിയടിച്ചാൽ ഉടൻ മദർ കടന്നു ചെന്ന് മരണാസന്നനായി കിടക്കുന്ന ആ സഹോദരങ്ങളെ കോരിയെടുത്തുകൊണ്ടുവന്ന് ശുശ്രൂഷിക്കുന്ന ആ വലിയ അനുഭവമാണ് അവിടുത്തെ നിവാസികൾക്കുണ്ടായത്. ഒരുപാട് എതിർപ്പുകളുണ്ടായി. മതപരിവർത്തനത്തിനാണ് ഇപ്രകാരം ചെയ്യുന്നതൊക്കെയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അവിടെയൊക്കെയും പ്രവർത്തനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അത് തെറ്റാണെന്ന് മദർ തെളിയിച്ചു. തൻ്റെ ആസ്ഥാനത്തിന് നിർമ്മൽ ഹൃദയം എന്നാണ് പേര് നൽകിയത്. ഏതെങ്കിലും ഒരു രോഗി ആശുപത്രിയിൽ തള്ളപ്പെട്ട അവസ്ഥയിലുണ്ടെങ്കിൽ നിർമ്മൽ ഹൃദയം വന്ന് ആ വാതിലുള്ള വലിയ പണിയടിക്കുമ്പോൾ അതിലെ ആളുകൾ പോയി ആ രോഗിയെ സ്വീകരിക്കും. ഏതെങ്കിലും വഴിവക്കിൽ എവിടെയോ കിടന്ന ഒരാൾ മരിക്കാനായിട്ട് കൊണ്ടിട്ട് ആളുകളോട് റോഡിലിട്ടിട്ടൊക്കെ പോകും. അപ്പോൾ അവിടെ നിന്ന് അവരെ കോരിയെടുത്ത് ചികിത്സിക്കുക. നിർമ്മൽ ഹൃദയം എന്ന് പറയുന്ന മദറിൻ്റെ ആസ്ഥാനം ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായ തുരുത്തായിട്ട് മാറി. ലോകം ഇത് കണ്ടു. ആരോപണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ പരമാർത്ഥ ലോകം മനസ്സിലാക്കി 1979 നോബൽ സമ്മാനം മദറിന് നൽകപ്പെട്ടു. പക്ഷേ അതിന് എതിർപ്പായിരുന്നു. 3 പ്രാവശ്യം നോമിനേഷൻ ലഭിച്ചിട്ട് നൽകാതെ അവസാനം ലോക നേതാക്കന്മാരുടെ സമ്മർദ്ദം കൊണ്ടാണ് 1979 മദറിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അന്ന് ലഭിച്ച $1,92,000 അത് ഇന്ത്യയിലെ ദരിദ്രരായിട്ടുള്ള സാധുക്കൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ മദർ ദാനം ചെയ്തു. ഭാരതത്തിൻ്റെ പരമോന്നത പുരസ്കാരമായ ഭാരതരത്നം മദറിന് നൽകപ്പെട്ടു. ഒരു വിദേശിക്ക് ലഭിക്കുന്ന ഒരു അവാർഡല്ല ഭാരതരത്നം. ഭാരതീയ പൗരന്മാർക്ക് ലഭിക്കുന്ന അവാർഡാണ്. ഭാരതീയ പൗരത്വം സ്വീകരിച്ച വിദേശിയായിരുന്ന മദർ തെരേസയ്ക്ക് ഭാരത സർക്കാർ ഭാരതരത്നം കൊടുത്ത് ആദരിച്ചു. ഫിലിപ്പൈൻസിലെ പരമോന്നത ബഹുമതിയായ മാക്സസെ അവാർഡ് മദറിന് നൽകപ്പെട്ടു. അങ്ങനെ പറയാനാണെങ്കിൽ ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ 100 കണക്കിന് അവാർഡുകളാണ് മദറിൻ്റെ മേൽ കോരിച്ചൊരിഞ്ഞത്. അങ്ങനെ ഈ ശുശ്രൂഷ വളർന്നു. 13 പേരുമായിട്ട് ആരംഭിച്ച ആ എളിയ പ്രവർത്തനം ഏതാണ്ട് 133 രാജ്യങ്ങളിൽ 4500 സന്യാസിനിമാർ രാപകൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രവർത്തനമായിട്ട് മാറി. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ മദറിൻ്റേതായിട്ടുള്ള ഈ ആർദ്രതയും ഈ സ്നേഹവും ഈ കരുണയും ഈ കരുതലും അനേകരെ സ്പർശിച്ച് അവരും ഇതുപോലെ സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സംഘടനകൾ, ശുശ്രൂഷകൾ ഒക്കെയും അപ്രകാരം ആരംഭിച്ചു. അങ്ങനെ ആ മദർ തെരേസയുടെ ആർദ്രതയും കരുണയും മനസ്സിലാക്കുവാനും അതിൽ ആകർഷിക്കപ്പെടുവാനും കഴിഞ്ഞ ഒരു എളിയ വ്യക്തിയാണ് ബലഹീനായ ഞാൻ. ആ വലിയ പ്രഭാവത്തിന് മുൻപിൽ മദറിൻ്റെ ആർദ്രത എന്നിലും ഉണ്ടാകണം. അത് യേശുവിൻ്റെ സ്നേഹമാണ്. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, യേശുവിൻ്റെ കരുണയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, യേശുവിൻ്റെ ആർദ്രതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി ഓടിയെത്തുന്നത് കൽക്കട്ടയിലെ തെരുവീതികൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സാധുക്കളെ കോരിയെടുത്തുകൊണ്ടുവന്ന്, രോഗികളെ കോരിയെടുത്തുകൊണ്ടുവന്ന് ശുശ്രൂഷ ചെയ്ത് അതോടൊപ്പം അവർക്ക് സമാധാനത്തോടെ ഈ ലോകത്തിൽ യാത്ര പറയാനുള്ള മുഖാന്തരം ഒരുക്കുന്ന അഗതികൾക്കും അശരണർക്കും ആലംബഹീനർക്കും തുണയായി നിൽക്കുന്ന മദർ തെരേസയാണ്. ഞാൻ പല പ്രാവശ്യം കൽക്കട്ടയിൽ മദർ തെരേസയുടെ ആസ്ഥാനമായ മദേഴ്സ് ഹൗസിൽ പോയിട്ടുണ്ട്. വളരെ ലളിതമായ ഒരു കല്ലറയാണ് അവിടെ ഉള്ളത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പൊന്തി വന്ന വരികൾ, കാരുണ്യത്തിൻ കൊടുമുടിയെ, സ്നേഹത്തിൻ കേദാരമേ, യേശുവെ നിന്നാത്മാവാൽ നിറയ്ക്കണമേ.
കാരുണ്യത്തിൻ കൊടുമുടിയേ, സ്നേഹത്തിൻ കേദാരമേ, യേശുവേ നിന്നാത്മാവാൽ നിറയ്ക്കണമേഴയേ. ആത്മാവാൽ നിന്നാത്മാവാൽ, യേശുവേ നിന്നാത്മാവാൽ നിറയ്ക്കണമേഴയേ നിൻ പരിശുദ്ധാത്മാവിനാൽ. ആത്മാവാൽ നിന്നാത്മാവാൽ, യേശുവേ നിന്നാത്മാവാൽ നിറയ്ക്കണമേഴയേ നിൻ പരിശുദ്ധാത്മാവിനാൽ. സഹനത്തിൻ സാഗരമേ, സൗമ്യതയിൻ പ്രവാഹമേ, യേശുവേ നിന്നാത്മാവാൽ നിറയ്ക്കണമേഴയേ. സഹനത്തിൻ സാഗരമേ, സൗമ്യതയിൻ പ്രവാഹമേ, യേശുവേ നിന്നാത്മാവാൽ നിറയ്ക്കണമേഴയേ. ആത്മാവാൽ നിന്നാത്മാവാൽ, യേശുവേ നിന്നാത്മാവാൽ നിറയ്ക്കണമേഴയേ നിൻ പരിശുദ്ധാത്മാവിനാൽ. പാട്ടെഴുതിയോണ്ട് മാത്രം ആർദ്രത ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആതുര ശുശ്രൂഷയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം മദർ തെരേസയുടെ നാമത്തിൽ മദേഴ്സ് കിച്ചൻ എന്ന ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് ഞാൻ രൂപം കൊടുത്തു. വേർഡ് ടു വേൾഡ് വെൽഫെയർ ആണ് അല്ല വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആതുര ശുശ്രൂഷ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കുന്ന പെരുങ്കൂറിൻ്റെ ചുറ്റളവിലുള്ള 62 കിലോമീറ്റർ സ്ഥലത്ത് ആരോരുമില്ലാതെ കിടക്കുന്ന കിടപ്പ് രോഗികൾക്ക്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടിരുന്ന കിടപ്പ് രോഗികൾക്ക് എല്ലാ പ്രഭാതത്തിലും അവരുടെ മേശപ്പുറത്ത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരു എളിയ ശുശ്രൂഷ അതാരംഭിച്ചു. പലരും ശയ്യാവലംബികളാണ്, നോക്കാൻ ആരുമില്ല. ഭക്ഷണം ലഭിക്കുന്നതെന്ന് അന്വേഷിക്കുവാൻ പോലും ആരുമില്ലാത്ത സാഹചര്യത്തിൽ രാവിലെ 7 മണിക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന വാഹനം ഓരോ ഭവനത്തിൽ ചെന്ന് അവർക്ക് അവരുടെ മേശമേൽ ഇത് വിളമ്പിക്കൊടുക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടതായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെയും പരിപാലിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കിരോസ എന്ന ശുശ്രൂഷ, കിടപ്പ് രോഗി സഹായം, അത് ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനു മുൻപ് ആദ്യമായി ആരംഭിച്ചത് ഷെയറേമീൽ എന്ന ശുശ്രൂഷയാണ്. നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ ഭക്ഷിക്കുന്നതിൻ്റെ ഒരു പങ്ക് മാറ്റിവെച്ച് അതേ സാധുക്കൾക്ക്, വഴിയോരങ്ങളിൽ കിടക്കുന്ന ഭിക്ഷാടകർക്ക് അവർക്ക് കൊടുക്കുക എന്നുള്ള ശുശ്രൂഷയായിരുന്നു അത്. പക്ഷേങ്കിൽ ഭിക്ഷാടനം ഇവിടെ വിലക്കി, റോഡിൽ ഭിക്ഷക്കാരില്ലാതിരുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുമ്പോൾ അതിന് പകരമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയൊരു ശുശ്രൂഷയാണ് മദേഴ്സ് കിച്ചൻ. അവർക്ക് ആശ്വാസം, സമാധാനം, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ഈ വണ്ടി നോക്കി കാത്തിരിക്കുകയാണ്. അപ്പോൾ മദർ തെരേസയുടേതായിട്ടുള്ള ആ വലിയ ത്യാഗവും സ്നേഹവും കരുണയും കരുതലയും ഉൾക്കൊണ്ട് ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ലോകത്തുണ്ട്. ഇന്ന് നാം മദറിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ കരുണയുടെയും കരുതലിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുവാൻ കഴിയണം. അതുമാത്രമല്ല, പിന്നെ എനിക്ക് മറ്റൊരു ഭാഗ്യം കൂടി ദൈവം തന്നു. വിശുദ്ധ മദർ തെരേസയുടെ തിരുശേഷിപ്പ് ഇവിടെ പിന്നെ ഞാൻ വേർഡ് ടു വേൾഡ് സെൻറ്ററിലെ മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇൻ്റർനാഷണൽ ബൈബിൾ തീം പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന പാരഡൈസ് ഓഫ് ഹോളിനെസ് വിശുദ്ധിയുടെ പറുദീസയിൽ മറ്റ് 11 വിശുദ്ധന്മാരുടെ തിരുശേഷികളൊപ്പം പ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. അതൊരു അസുലഭമായ ഭാഗ്യമാണ്. മദർ തെരേസയുടെ സാന്നിധ്യം ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും അനുഭവമാക്കുവാൻ, ആ കാരുണ്യ പ്രവാഹത്തിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുവാൻ, ആ സഹാനുഭൂതിയിലൂടെ അനേകർക്ക് ആശ്വാസം പകരുവാൻ തക്കവണ്ണം ദൈവം ഒരിക്കൽ മുഖാന്തരങ്ങളാണ് ഇവയൊക്കെയും. കൂടുതലായി നാം കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴും ദൈവവചനം ചിന്തിക്കുമ്പോഴും സുവിശേഷം ഘോഷിക്കുമ്പോഴും കർത്താവിൻ്റെ വാക്കുകൾ പലപ്പോഴും അനേകർ മറന്നു പോകാറുണ്ട്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ ഉടുപ്പിച്ചില്ല. എന്നാൽ അതിൻ്റെയൊക്കെയും പൂരകങ്ങളായിട്ടാണ്
ആഗ്നസ് എന്ന ചെറുപ്പക്കാരി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ലോകത്തിൽ ലക്ഷോപലക്ഷങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും പകരുവാൻ തക്കവണ്ണം തൻ്റെ പ്രവർത്തനം മൂലം മുഖാന്തരം ഒരുക്കിയത്. അതിന്ന് ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ 133 രാജ്യങ്ങളിൽ ഔദ്യോഗികമായിട്ട് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനമുണ്ട്. ന്യൂയോർക്കിലെ മിഷൻ ഓഫ് ചാരിറ്റീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഹോംലെസ്, അതായത് ഭവനമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അവിടെ ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയിൽ വേർഡ് ടു വേർഡ് മിനിസ്ട്രീസ് മാസത്തിലൊരിക്കൽ അധികാലത്ത് പോയിട്ട് അവിടെ കടന്നു വരുന്ന ഹോംലെസ് ഭവനരഹിതരാണ്. അവർ രാവിലെ വരും, ആരും ഭക്ഷണം കൊടുക്കാനില്ല. അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ നാമും അതിൻ്റെ ഒരു ഭാഗമാണ്. മാസത്തിലൊരിക്കലോ അതിലധികമോ പ്രാവശ്യം നാം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മദറിൻ്റെ കാര്യം പ്രസംഗിക്കുക മാത്രമല്ല, ആ കാരുണ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ, ആ ആർദ്രതയിൽ അലിഞ്ഞു തക്കവണ്ണം ദൈവം എളിയ ശുശ്രൂഷയ്ക്കും ബലഹീന എനിക്കും മുഖാന്തരം ഒരുക്കി. മദറിൻ്റെ മധ്യസ്ഥത എപ്പോഴും എനിക്ക് കാവലും കോട്ടയും അനുഗ്രഹവുമാണ്. ആ വലിയ ആർദ്രത നിങ്ങൾക്ക് ഓരോരുത്തരും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.